ഈ പ്രണയത്തിന് എന്തൊരു മധുരാണ് അല്ലേ? നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ? ശരിക്കും പ്രണയിക്കേണ്ടത് എപ്പോഴാ? കല്യാണത്തിന് ശേഷമാണ്. കല്യാണത്തിന് ശേഷമാണ്. ചില ആളുകൾ ഇരുട്ടത്ത് മാത്രം പ്രണയിക്കുന്നവരാണെന്ന് ചില കമന്റ്സ് കണ്ടു. അവർ പറയാണ്, എന്റെ ഭർത്താവിന് എന്നോട് ഇഷ്ടം തോന്നണമെങ്കിൽ ലൈറ്റ് അണയ്ക്കണം എന്നാണ്. യഥാർത്ഥത്തിൽ അതാണോ പ്രണയം? അല്ലെങ്കിൽ അത് മാത്രമാണോ പ്രണയം? പ്രണയത്തിന്റെ ഏതോ ഒരു ചെറിയ അംശം മാത്രമാണ് ഇരുട്ടത്തുള്ള കാര്യമൊക്കെ. വെളിച്ചത്തും പ്രണയിക്കണം. അതായത് വെളിച്ചമുള്ളപ്പോഴും കൈകോർത്ത് പിടിച്ച് നടക്കാൻ നിങ്ങൾക്ക് കഴിയണം. കണ്ണോട് കണ്ണോക്കിയിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ആ നോട്ടത്തിലൂടെ പ്രണയം കൈമാറാൻ നിങ്ങൾക്ക് കഴിയണം. എന്തിനേറെ നമ്മുടെ മക്കളോട് ചോദിക്കാണ്, മോൻ കണ്ട ഏറ്റവും നല്ല ലവ് സ്റ്റോറി ഏതാന്ന് ചോദിച്ചാല് ടൈറ്റാനിക് ആണെന്നൊന്നും നമ്മുടെ മക്കള് പറഞ്ഞു കളയരുത്. അവര് പറയണം, എന്റെ വാപ്പിയുടെയും ഉമ്മിയുടെയും പ്രണയകഥയാണ് ഞാൻ കണ്ട ഏറ്റവും നല്ല ലവ് സ്റ്റോറി എന്ന് നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിയണം. എന്ത് രസമായിരിക്കും അങ്ങനെയുള്ളൊരു ലൈഫിന്. അതുകൊണ്ടല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴേ പ്രിയപ്പെട്ടവരുടെ വായിലേക്കൊന്ന് വാരി വെച്ചു കൊടുക്കാൻ കഴിയണം. ഭാര്യ ഒന്ന് വെച്ചു കൊടുക്കണം. ഇതാര് കാണണം? ശരിക്കും മക്കള് കാണണം. നമ്മുടെ ഈ യഥാർത്ഥ പ്രണയം ആസ്വദിക്കുന്ന മക്കളാണെങ്കിൽ അവര് പിന്നെ ഒരു കുടുക്കിലും പോയി ചാടില്ല. ഏതെങ്കിലും ഒരുത്തന്റെ പ്രണയ അഭ്യർത്ഥനയിൽ അവര് പോയി പെടില്ല. അവർ യഥാർത്ഥ പ്രണയം ആസ്വദിച്ചവരാണ്. അത് കല്യാണത്തിന് ശേഷമാണെന്ന് തിരിച്ചറിഞ്ഞവരാണ്. അപ്പൊ പ്രണയം നമ്മുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. പ്രണയമില്ലാതെ പോകരുത്. മരിക്കുവോളം, മരണത്തിനും അപ്പുറം പ്രണയിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ പ്രിയപ്പെട്ടവൾ, നമ്മുടെ പ്രിയപ്പെട്ടവൻ, പടച്ചോ നമുക്ക് പ്രേമിക്കാനായിട്ട് തന്ന മുത്തുമണികളല്ലേ. ഒന്ന് പ്രണയിച്ചു നോക്കിയേ. അത്രത്തോളം ആസ്വാദ്യമായൊരു ജീവിതം വേറെ ഉണ്ടാവില്ല.